ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ബ്രിഡ്ജ് എഞ്ചിനീയറിംഗ് എന്ന് പറയുന്ന ടോപ്പിക്കാണ്. അപ്പോൾ കഴിഞ്ഞ ദിവസത്തെ നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പർ അനാലിസിസ് വീഡിയോ നിങ്ങൾ എല്ലാവരും കണ്ടു കാണുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ അതിനകത്ത് മുൻ വർഷങ്ങളിൽ നടന്ന KLDC ഓവർസ്റ്റേ ഗ്രേഡ് 3 എക്സാമിൽ ബ്രിഡ്ജ് എഞ്ചിനീയറിംഗ് എന്ന് പറയുന്ന പോർഷനിൽ നിന്ന് കുറച്ച് ക്വസ്റ്റ്യൻസ് ചോദിക്കുകയുണ്ടായി. അപ്പം ബ്രിഡ്ജ് എഞ്ചിനീയറിംഗിൽ നിന്ന് ഓവർസിയർ ഗ്രേഡ് 3 എക്സാമിന് വേണ്ട മെയിൻലി ഫോക്കസ് ചെയ്തിട്ടുള്ള കുറച്ച് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ടോപ്പിക്സ് ആണ് നമ്മൾ ഈ വീഡിയോയിലൂടെ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പൊ കഴിഞ്ഞ വീഡിയോ ആരെങ്കിലും കണ്ടിട്ടില്ലെങ്കിൽ അതിന്റെ ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. അപ്പൊ വൈകാതെ തന്നെ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. ആദ്യമായി നമുക്ക് എന്താണ് ബ്രിഡ്ജ് എന്ന് നോക്കാം. വാട്ട് ഇസ് എ ബ്രിഡ്ജ്? ബ്രിഡ്ജ് ഇസ് ആൻ അറേഞ്ച്മെന്റ് മെയ്ഡ് ടു ക്രോസ് ആൻ ഒബ്സ്റ്റക്കിൾ. എന്തെങ്കിലും ഒരു തടസ്സത്തിനെ അല്ലെങ്കിൽ ഒരു ഒബ്സ്റ്റക്കിളിനെ ക്രോസ് ചെയ്യാൻ വേണ്ടിയിട്ട് പ്രൊവൈഡ് ചെയ്യുന്ന ഒരു അറേഞ്ച്മെന്റിനെയാണ് നമ്മൾ ബ്രിഡ്ജ് എന്ന് പറയുന്നത്. ആൻഡ് ദാറ്റ് ഒബ്സ്റ്റക്കിൾ മേ ബി, ഒബ്സ്റ്റക്കിൾ എന്ന് പറയുന്നത് ഒരു സ്ട്രീം ആവാം, അല്ലെങ്കിൽ റിവർ ആവാം, വാലി ആവാം, അല്ലെങ്കിൽ ഒരു റെയിൽ റോഡ് ട്രാക്ക് ആവാം, അതല്ലെങ്കിൽ റോഡ് വേ ആവാം, വാട്ടർ വേ ആവാം. ഇങ്ങനെ ഏത് ഒബ്സ്റ്റക്കിളിനെ മറികടക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ക്രോസ് ചെയ്യാൻ വേണ്ടിയിട്ടോ കൊടുക്കുന്ന അറേഞ്ച്മെന്റിനെയാണ് നമ്മൾ ബ്രിഡ്ജ് എന്ന് പറയുന്നത്. ഇനി ദ ട്രാഫിക് ദാറ്റ് യൂസസ് എ ബ്രിഡ്ജ് മേ ഇൻക്ലൂഡ്. ബ്രിഡ്ജ് ഉപയോഗിക്കുന്ന ട്രാഫിക്കിനകത്ത് ആരൊക്കെ വരും എന്നുള്ളതാണ്. ആദ്യത്തെ എന്ന് പറഞ്ഞാൽ പെഡസ്ട്രിയൻ ഓർ സൈക്കിൾ ട്രാഫിക്. ഒന്നെങ്കിൽ കാൽനടക്കാരാവാം, അല്ലെങ്കിൽ സൈക്കിൾ ട്രാഫിക് ആവാം, അതല്ലെങ്കിൽ വെഹിക്കുലാർ ഓർ റെയിൽ ട്രാഫിക് ആവാം, വെഹിക്കിൾസ് പോവാം, അതല്ലെങ്കിൽ ട്രെയിൻ പോവാം. ഇനി വാട്ടർ ഓർ ഗ്യാസ് പൈപ്സ്, വെള്ളം പോവാം, അല്ലെങ്കിൽ ഗ്യാസ് പൈപ്സ് പോവാം. ഓക്കെ, കോമ്പിനേഷൻ ഓഫ് ഓൾ ദി അബോവ്. ഇതൊക്കെയാണ് ബ്രിഡ്ജ് ഉപയോഗിക്കുന്ന ട്രാഫിക് എന്ന് പറയുന്നത്. ഇതൊക്കെ ജസ്റ്റ് ഇൻട്രൊഡക്ഷൻ ആണ്, ജസ്റ്റ് വായിച്ചു വിട്ടു പോവാ. ആദ്യമായി നമുക്ക് കമ്പണൻസ് ഓഫ് എ ബ്രിഡ്ജ് നോക്കാം. നമ്മൾ സാധാരണ ബിൽഡിംഗ് പോലെ തന്നെ നമുക്ക് സബ്സ്ട്രക്ചറും സൂപ്പർ സ്ട്രക്ചറും ആണ് ഉള്ളത്. സബ്സ്ട്രക്ചർ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഫൗണ്ടേഷൻ പാർട്ടാണ് സബ്സ്ട്രക്ചറിൽ ഇൻക്ലൂഡ് ചെയ്യുന്നത്. ഫൗണ്ടേഷൻ, പയർ ആൻഡ് അബട്ട്മെന്റ്. ഇനി ഈ പയറും അബട്ട്മെന്റും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് നമുക്ക് നോക്കാം. അബട്ട്മെന്റ് അബട്ട്മെന്റ് എന്ന് പറഞ്ഞാൽ ഈ എൻഡിൽ കൊടുക്കുന്ന കോളത്തിനാണ് നമ്മൾ അബട്ട്മെന്റ് എന്ന് പറയുന്നത്. ഈ അബട്ട്മെന്റുകളുടെ ഇടയിൽ കൊടുക്കുന്ന ഇന്റർമീഡിയറ്റ് കോളത്തിനാണ് നമ്മൾ എന്ത് പേരിട്ട് വിളിക്കുന്നത്? പയർ എന്ന് പറയുന്നത്. കാണാലോ, അബട്ട്മെന്റുകൾക്കിടയിൽ കൊടുക്കുന്ന ഇന്റർമീഡിയറ്റ് കോളത്തിനാണ് പയർ എന്ന് പറയുന്നത്. അപ്പൊ ഇത്രയുമാണ് സബ്സ്ട്രക്ചറിലുള്ളത്. ഫൗണ്ടേഷൻ അഥവാ പിന്നെ അബട്ട്മെന്റ് പിന്നെ പയർ, ഈ മൂന്നെണ്ണമാണ് ഉള്ളത്. ഓക്കെ, മൂന്നെണ്ണം വരും: അബട്ട്മെന്റ്, പയർ, ഫൗണ്ടേഷൻ. ഇനി മുകളിൽ കൊടുക്കുന്ന സൂപ്പർ സ്ട്രക്ചറിൽ വരുന്ന ഏതൊക്കെയാണെന്ന് നോക്കാം. ആദ്യത്തേത് എക്സ്പാൻഷൻ ജോയിന്റ് ആണ്. എക്സ്പാൻഷൻ ജോയിന്റ് നമുക്കറിയാം, ഒരു പർട്ടിക്കുലർ ലെങ്ത് കഴിഞ്ഞാൽ എക്സ്പാൻഷൻ ജോയിന്റിന്റെ ഗ്യാപ്പ് നമ്മൾ വിടാറുണ്ട് ഫോർ ടെമ്പറേച്ചർ എക്സ്പാൻഷൻ. പിന്നെ ബെയറിംഗ്സ് ആണ്. ബെയറിംഗ്സ് നിങ്ങൾക്ക് ഇവിടെ കാണാൻ കഴിയും, കണ്ടോ? നമ്മുടെ അബട്ട്മെന്റ് അല്ലെങ്കിൽ പയറുകളും മെയിൻ ഗഡറിന്റെയും ഇടയിൽ ലോഡ് ട്രാൻസ്ഫറിന് വേണ്ടി കൊടുക്കുന്നതാണ് ബെയറിംഗ്സ്. ഇനി അടുത്തതാണ് ട്രാഫിക് ടെക്. ഇത് ഇമ്പോർട്ടന്റ് ആണ്. ട്രാഫിക് ടെക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ പർട്ടിക്കുലർ പോർഷൻ ത്രൂ വിച്ച് ഏത് ട്രാഫിക് ഇന്റൻഷനിലാണോ നമ്മൾ ഇത് കൺസ്ട്രക്ട് ചെയ്തിരിക്കുന്നത് ആ ട്രാഫിക് പോകുന്ന പർട്ടിക്കുലർ പോർഷനെയാണ് നമ്മൾ ട്രാഫിക് ഡെക്ക് എന്ന് പറയുന്നത്. ഇനി മെയിൻ ഗേർഡർ ഉണ്ട്. മെയിൻ ഗേർഡർ എന്ന് പറഞ്ഞാൽ നമുക്കറിയാലോ, ഈ ഗ്രീൻ കളറിലുള്ളതാണ് മെയിൻ ഗേർഡർ. ഓക്കെ, ഇനി പാരപ്പറ്റ് ഉണ്ട്. ഇത്രയുമാണ് നമ്മുടെ സൂപ്പർ സ്ട്രക്ചറിൽ വരുന്ന ഇമ്പോർട്ടന്റ് കമ്പണൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പൊ വിച്ച് ഓഫ് ദ ഫോളോയിങ് ഇസ് എ കമ്പണന്റ് അല്ലെങ്കിൽ വിച്ച് ഓഫ് ദ ഫോളോയിങ് ഇസ് നോട്ട് എ കമ്പണന്റ് ഓഫ് എ ബ്രിഡ്ജ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അറിഞ്ഞിരിക്കണം. അപ്പൊ ഇതിനകത്ത് ഏതൊക്കെ, ഇതാണ് മെയിൻ കമ്പണൻസ്. ഒരുപാട് ഡീറ്റെയിൽ ആയിട്ട് ഒത്തിരി കമ്പണൻസ് പറയാനുണ്ട്, പക്ഷെ അത്രയും സ്ട്രക്ചറൽ ആസ്പെക്ട്സ് നമ്മുടെ ഓവർസിയർ ഗ്രേഡ് 3 എക്സാമിന് ആവശ്യമില്ല. അപ്പൊ അറ്റ്ലീസ്റ്റ് ഇത്രയുമെങ്കിലും പഠിച്ചിരിക്കുക. ഇനി അടുത്ത ടേം ആണ് വിയാഡക്ട്. ഈ വിയാഡക്ട് എന്താണെന്ന് PSC ഒരുപാട് തവണ ഓവർസിയർ ലെവൽ എക്സാമിന് ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. എന്താണ് വിയാഡക്ട് എന്നുള്ളത് നമുക്ക് നോക്കാം. എന്താണ് വിയാഡക്ട് എന്ന്? ഇതാണ് വിയാഡക്ട്. അപ്പൊ നിങ്ങൾക്ക് ഫിഗറിൽ കാണാൻ കഴിയും. നമുക്ക് എക്സ്പ്ലനേഷനിലേക്ക് പോവാം. അതായത് ബ്രിഡ്ജ് എബവ് എ ഡീപ് വാലി. ഇങ്ങനെയാണ് നമ്മുടെ ഓപ്ഷനിൽ ആൻസർ കൊടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പൊ ഈ ഡെഫിനിഷൻ എന്തായാലും പഠിക്കുക. അതായത് ഒരു ഡീപ് വാലി ഇങ്ങനെ പോകുന്നുണ്ടെങ്കിൽ ഇവിടെ നിങ്ങൾക്ക് കാണാൻ കഴിയും, കേട്ടോ? ഇതൊരു വാലി അല്ലെങ്കിൽ ഒരു ഡിപ്രഷൻ ആണ്. ഈ ഡീപ് വാലിയുടെ പുറത്ത് കൊടുക്കുന്ന ബ്രിഡ്ജിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? വിയാഡക്ട് എന്ന് പറയുന്നത്. അപ്പൊ ഇത് ചോദിച്ചിട്ടുള്ളതാണ്. ഈ ഡെഫിനിഷനും തന്നിട്ടുണ്ട്. വാട്ട് ഇസ് മെന്റ് ബൈ വിയാഡക്ട് ഇസ് എന്ന് പറഞ്ഞിട്ട്. അപ്പം ബ്രിഡ്ജ് എബവ് എ ഡീപ് വാലി. അപ്പൊ ഇത് ഓർത്ത് വെക്കാൻ ഞാൻ പറയാം. വിയാഡക്ട് എന്ന് പറഞ്ഞാൽ വി അല്ലേ സ്റ്റാർട്ടിങ്, അപ്പൊ വാലി എന്നുള്ള കാര്യം ഓർത്ത് വെക്കാം. ഇനി ഡി, ഡക്റ്റിന്റെ ഡി എടുക്കുക, ഡീപ്പ് ഓർത്ത് വെക്കുക. അപ്പം വിയാഡക്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ബ്രിഡ്ജ് അബവ് എ ഡീപ് വാലി. ഒരു ഡീപ് വാലിയുടെ പുറത്തൂടെ കൊടുക്കുന്ന ബ്രിഡ്ജിനെയാണ് നമ്മൾ വിയാഡക്ട് എന്ന് പറയുന്നത്. വി വാലി എന്ന് ഓർക്കുക, ഡി എന്ന് പറഞ്ഞാൽ ഡീപ്പ് എന്ന് ഓർക്കുക. ഇത് വെച്ച് ഓപ്ഷനിൽ നിന്ന് പിക്ക് ചെയ്യാൻ പറ്റും. അപ്പൊ ഇങ്ങനെ പഠിച്ചാൽ മതി. എന്താണ് വിയാഡക്ട് എന്ന് പറഞ്ഞാൽ? ബ്രിഡ്ജ് അബവ് എ ഡീപ് വാലി. വി എന്ന് പറഞ്ഞാൽ വാലി ആയിട്ട് ഓർക്കുക, ഡി എന്ന് പറഞ്ഞാൽ ഡീപ്പ് എന്ന് ഓർക്കുക. അപ്പൊ ഇതാണ് നമ്മുടെ PSC ചോദിച്ച ചോദ്യത്തിന് ഉത്തരമായിട്ട് വരുന്നത്. ഇനി നമുക്ക് എന്താണ് വിയാഡക്ട് എന്നുള്ള ഡെഫിനിഷൻ ഒന്ന് നോക്കാം. വിയാഡക്ട് ഇസ് എ സ്പെസിഫിക് ടൈപ്പ് ഓഫ് ബ്രിഡ്ജ്
that consists of a series of arches, piers or columns. എന്താണ് പറഞ്ഞത്? It is a specific type of bridge. ഒരു type of bridge ആണ് viaduct എന്ന് പറഞ്ഞാൽ. അതിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ it consists of a series of arches. ഒന്നെങ്കിൽ ഇതുപോലെ series of arches ഉണ്ടാവാം, അതല്ലെങ്കിൽ piers ഉണ്ടാവാം, അല്ലെങ്കിൽ columns ഉണ്ടാവാം, supporting a long elevated railway or road. ഇതുപോലെ ഒരു ലോങ് എലിവേറ്റഡ് എന്ന് പറഞ്ഞാൽ ഉയരത്തിൽ നിൽക്കുന്ന ലെങ്തിലുള്ള ഒരു റോഡോ അല്ലെങ്കിൽ റെയിൽവേയോ സപ്പോർട്ട് ചെയ്യുന്ന ഡിഫറെന്റ് ടൈപ്സ് ഓഫ്, അതായത് ഒരു സീരീസ് ഓഫ് ആർച്ചസ് അല്ലെങ്കിൽ പയേഴ്സ് അല്ലെങ്കിൽ കോളംസ് ഉള്ള ഒരു സ്പെസിഫിക് ടൈപ്പ് ഓഫ് ബ്രിഡ്ജിനെയാണ് നമ്മൾ വിയാഡക്ട് എന്ന് പറയുന്നത്. അപ്പൊ വിയാഡക്ട് ഇങ്ങനെ ചോദിക്കാൻ വേണം, സ്പെസിഫിക് ടൈപ്പ് ഓഫ് ബ്രിഡ്ജ് ദാറ്റ് കൺസിസ്റ്റ് ഓഫ് എ സീരീസ് ഓഫ് ആർച്ചസ്, പയേഴ്സ് ഓർ കോളം സപ്പോർട്ടിംഗ് എ ലോങ് എലിവേറ്റഡ് റെയിൽവേ ഓർ റോഡ് എന്ന് പറഞ്ഞ് ചോദിക്കാം ഇനി പുതിയതായി. നമ്മൾ ഓൾറെഡി ചോദിച്ച കാര്യം നമ്മൾ പറഞ്ഞു, ബ്രിഡ്ജ് അബവ് ഡീപ് വാലി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വിയാഡക്ട് അല്ലെങ്കിൽ വിയാഡക്ട് ഇസ് രണ്ട് രീതിയിൽ ചോദിച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പം ഒരു ലോങ് എലിവേറ്റഡ് റെയിൽവേ ഓർ റോഡിനെ സപ്പോർട്ട് ചെയ്യുന്ന സീരീസ് ഓഫ് ആർച്ചസ്, പയേഴ്സ് ഓർ കോളംസ് ഉള്ള സ്പെഷ്യൽ ടൈപ്പ് ഓഫ് ബ്രിഡ്ജിനെയാണ് നമ്മൾ വിയാഡക്ട് എന്ന് പറയുന്നത്. ടിപ്പിക്കലി വിയാഡക്ട് കണക്ട്സ് ടു പോയിന്റ്സ് ഓഫ് റഫ്ലി ഈക്വൽ എലിവേഷൻ allowing a passage over a valley, road, river or other low-lying feature or obstruction. അതായത് ഇങ്ങനെ ലോ ലൈയിങ് ആയിട്ട് ഉള്ള ഏതെങ്കിലും ഒരു ഫീച്ചറോ അല്ലെങ്കിൽ ഒബ്സ്ട്രക്ഷനെയോ കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് അപ്രോക്സിമേറ്റ്ലി രണ്ട് ഈക്വൽ എലിവേഷന്റെ ഇടയ്ക്കൂടെ കണക്ട് ചെയ്ത് കൊടുക്കുന്ന ബ്രിഡ്ജിനെയാണ് നമ്മൾ വിയാഡക്ട് എന്ന് പറയുന്നത്. ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. അപ്പൊ മെയിൻലി ഇത് പഠിക്കുക, ബ്രിഡ്ജ് അബൌട്ട് ഡീപ് വാലി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇറ്റ് ഇസ് വിയാഡക്ട്, VD, അതായത് വാലി ഡി, അത്രയും ഓർത്ത് വെച്ചാൽ നമുക്ക് ഈ ഒരു കോഡ് വെച്ചിട്ട് സിമ്പിൾ ആയിട്ട് പിക്ക് ചെയ്യാം. പിന്നെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ടുള്ള ഡെഫിനിഷൻ, നമ്മുടെ ടെക്സ്റ്റ് ബുക്ക് പ്രകാരമുള്ള ഡെഫിനിഷൻ പറയുകയാണെങ്കിൽ ഇറ്റ്സ് എ സ്പെസിഫിക് ടൈപ്പ് ഓഫ് ബ്രിഡ്ജ്. എന്താണ് അതിന്റെ പ്രത്യേകത? ഒരു സീരീസ് ഓഫ് ആർച്ചസോ അല്ലെങ്കിൽ പയേഴ്സോ അല്ലെങ്കിൽ കോളംസോ കാണും, വിച്ച് ഇസ് സപ്പോർട്ടിംഗ് എ ലോങ് എലിവേറ്റഡ് റെയിൽവേ ഓർ റോഡ്. ഒരു എലിവേറ്റഡ് ആയിട്ടുള്ള ലോങ് ആയിട്ട് ലെങ്തി ആയിട്ടുള്ള റോഡോ റെയിലിനെയും സപ്പോർട്ട് ചെയ്യും. പിന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ വിയാഡക്ട് കണക്ട് ചെയ്യുന്നത് അപ്രോക്സിമേറ്റ്ലി ഈക്വൽ എലിവേഷൻ ഉള്ള ഏതെങ്കിലും രണ്ട് പോയിന്റ്സ് ആയിരിക്കും. അതിന്റെ ആ പോയിന്റ്സിന്റെ ഇൻ ബിറ്റ്വീൻ ഒന്നെങ്കിൽ ഒരു ഡീപ്പ് വാല്യൂ അല്ലെങ്കിൽ ഒരു ലോ ലൈങ് ഫീച്ചർ ലൈക്ക് റോഡോ റിവറോ അങ്ങനെ എന്തെങ്കിലും വാല്യൂ ഒക്കെ ഉണ്ടാവും. അപ്പൊ ഇതാണ് വിയാഡക്ട് എന്ന് പറയുന്നത്. അപ്പൊ ആദ്യത്തെ ഒരു ടൈപ്പ് ഓഫ് ബ്രിഡ്ജ് നമ്മൾ കണ്ടു, അതെന്ന് പറഞ്ഞാൽ വിയാഡക്ട് ആയിരുന്നു. ഇനി അടുത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്ലാസിഫിക്കേഷൻ ഓഫ് ബ്രിഡ്ജ് ബേസ്ഡ് ഓൺ ഇന്റർ സ്പാൻ റിലേഷൻ ആണ്. അതിൽ വരുന്നത് സിംപ്ലി സപ്പോർട്ടഡ് ആണ് ആദ്യത്തേത്. സിംപ്ലി സപ്പോർട്ടഡ് എന്ന് പറഞ്ഞാൽ when the main girders of a bridge, മെയിൻ ഗേർഡർ എന്താ നമ്മൾ നേരത്തെ കണ്ടു, ആ സപ്പോർട്ടഡ് ബൈ എ മൂവബിൾ ഹിഞ്ച് അറ്റ് വൺ എൻഡ്, ഒരു എൻഡിൽ മൂവബിൾ ഹിഞ്ചും ആൻഡ് എ ഫിക്സഡ് ഹിഞ്ച് ഓർ റോളർ അറ്റ് ദ അതർ എൻഡ്, ഒന്നെങ്കിൽ ഒരു എൻഡിൽ മൂവബിൾ ഹിഞ്ച് അറ്റ് വൺ എൻഡും അതർ എൻഡിൽ ഫിക്സഡ് ഹിഞ്ച് അല്ലെങ്കിൽ റോളർ ആണെങ്കിൽ then such bridges are called simply supported bridge. ഒന്നുമില്ല, ഇന്റർസ്പാൻ റിലേഷൻഷിപ്പ് വെച്ച് ആദ്യത്തെ ക്ലാസിഫിക്കേഷൻ ആണ് സിംപ്ലി സപ്പോർട്ടഡ്. നമ്മുടെ മെയിൻ ഗേർഡേഴ്സ്, ബ്രിഡ്ജിന്റെ മെയിൻ ഗേർഡേഴ്സിന്റെ ഒരു എൻഡ് ഹിഞ്ച് വെച്ചും അതർ എൻഡ് ഫിക്സഡ് ഹിഞ്ച് അല്ലെങ്കിൽ ഫിക്സഡ് ഹിഞ്ച് ഓൺ റോളർ വെച്ച് കണക്ട് ചെയ്യുകയാണെങ്കിൽ അങ്ങനെ ഉള്ള ടൈപ്പ് ഓഫ് ബ്രിഡ്ജിനെയാണ് നമ്മൾ സിംപ്ലി സപ്പോർട്ടഡ് ബ്രിഡ്ജ് എന്ന് പറയുന്നത്. ഇനി രണ്ടാമത്തെ കണ്ടിന്യൂസ് ആണ്. when the bridge is designed to continue unbroken over intermediate support, അതായത് ബ്രിഡ്ജ് ഇങ്ങനെ ഇന്റർമീഡിയറ്റ് സപ്പോർട്ട്സ് കൊടുത്ത് പോവുകയാണെങ്കിൽ അങ്ങനെയുള്ള ടൈപ്പ് ഓഫ് ബ്രിഡ്ജിനെയാണ് നമ്മൾ കണ്ടിന്യൂസ് ബ്രിഡ്ജ് എന്ന് പറയുന്നത്. ഇനി തേർഡ് വൺ ഇസ് കാന്റിലിവർ ബ്രിഡ്ജ്, ഫോംഡ് ഓഫ് കാന്റിലിവർ പ്രൊജക്ടിംഗ് ഫ്രം ദ സപ്പോർട്ട് പിയേഴ്സ്. സപ്പോർട്ട് പിയേഴ്സിൽ നിന്നും കാന്റിലിവർ പ്രൊജക്ട് ചെയ്ത് കാന്റിലിവർ പോലെ കൊടുക്കുന്ന ടൈപ്പ് ഓഫ് ബ്രിഡ്ജിനെയാണ് നമ്മൾ കാന്റിലിവർ ബ്രിഡ്ജ് എന്ന് പറയുന്നത്. അപ്പൊ അക്കോർഡിംഗ് ടു ഇന്റർസ്പാൻ റിലേഷൻഷിപ്പ് വെച്ചിട്ട് നമ്മൾ ബേസിക്കലി പഠിച്ചിട്ടുള്ള മൂന്ന് ടേം തന്നെയാണ് സിംപ്ലി സപ്പോർട്ടഡും കണ്ടിന്യൂസും കാന്റിലിവർ. ഇതിൽ നിന്നും ക്വസ്റ്റ്യൻ വന്നിട്ടില്ല, ജസ്റ്റ് അറിഞ്ഞിരിക്കുക ക്ലാസിഫിക്കേഷൻ ഏതൊക്കെയാണെന്നുള്ള കാര്യം. അപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞ സിംപ്ലി സപ്പോർട്ടഡ് ബ്രിഡ്ജിനെ തന്നെ പറയുന്ന വേറൊരു പേരാണ് സിമ്പിൾ ബ്രിഡ്ജസ് എന്ന് പറയും, അല്ലെങ്കിൽ ബീം ബ്രിഡ്ജസ് എന്ന് പറയാറുണ്ട്. ഇൻ കേസ് ഓഫ് സിമ്പിൾ ബ്രിഡ്ജസിന്റെ കേസിൽ നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ, രണ്ടെൻഡിലും ഓരോ സപ്പോർട്ട് കാണും. അതിന്റെ ഇടയ്ക്ക് എന്താണ് സ്പാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അതായത് സപ്പോർട്ടുകൾക്ക് ഇടയിലുള്ള ലെങ്തിനാണല്ലോ നമ്മൾ സ്പാൻ എന്ന് പറയുന്നത്. ഈ സ്പാൻ എന്ന് പറഞ്ഞാൽ സിംപ്ലി സപ്പോർട്ടഡ് ആയിരിക്കും. ആൻഡ് അതിനെ പറയുന്ന വേറൊരു പേരാണ് ഇൻഡിപെൻഡന്റ് സ്പാൻ ബ്രിഡ്ജസ് എന്നും പറയാറുണ്ട്. അപ്പൊ ഈ പേരും കൂടി ഓർത്ത് വെക്കുക. സിമ്പിൾ ബ്രിഡ്ജസ് അല്ലെങ്കിൽ ബീം ബ്രിഡ്ജസ്, സിംപ്ലി സപ്പോർട്ടഡ് ബ്രിഡ്ജസ്, അതുപോലെ തന്നെ ഇൻഡിപെൻഡന്റ് സ്പാൻ ബ്രിഡ്ജസ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ സെയിം തന്നെയാണെന്നുള്ള കാര്യം ഓർത്ത് വെക്കുക. ഇനി ഈ സിമ്പിൾ ബ്രിഡ്ജസിന്റെ ക്ലാസിഫിക്കേഷനിൽ നിന്ന് സ്ഥിരം ക്വസ്റ്റ്യൻ വരാറുള്ളതാണ്. അപ്പൊ ജസ്റ്റ് എന്താണ് ടൈപ്പ് ഓഫ് സിമ്പിൾ ബ്രിഡ്ജസ് എന്ന് നോക്കാം. ഡിപ്പെൻഡിങ് അപ്പോൺ ദ പൊസിഷൻ ഓഫ് സൂപ്പർ സ്ട്രക്ചർ, അതായത് നമ്മുടെ സൂപ്പർ സ്ട്രക്ചറിന്റെ പൊസിഷൻ അനുസരിച്ച്, നമ്മൾ സബ്സ്ട്രക്ചറും സൂപ്പർ സ്ട്രക്ചറും ഓൾറെഡി ഡിസ്കസ് ചെയ്തതാണ്. സൂപ്പർ സ്ട്രക്ചറിന്റെ പൊസിഷൻ അനുസരിച്ച് ദ സിമ്പിൾ ബ്രിഡ്ജസ് ആർ ഡിവൈഡഡ് ഇൻടു 3 കാറ്റഗറീസ്. 3 കാറ്റഗറീസ് ആയിട്ട് നമുക്ക്
സിമ്പിൾ ബ്രിഡ്ജസിനെ ഡിവൈഡ് ചെയ്യാം. അതിൽ ആദ്യത്തെ എന്ന് പറഞ്ഞാൽ ഡെക്ക് ബ്രിഡ്ജസ് ആണ്, രണ്ടാമത്തെ ത്രൂ ബ്രിഡ്ജസ് ആണ്, മൂന്നാമത്തത് സെമി ത്രൂ ബ്രിഡ്ജസ് ആണ്. ഇതിൽ ഈ ഡെക്ക് ബ്രിഡ്ജസ് ഒരുപാട് തവണ PSC ചോദിച്ച ക്വസ്റ്റ്യൻ ആണ് ഡെക്ക് ബ്രിഡ്ജസ്. ഇനി ത്രൂ ബ്രിഡ്ജസ്, സെമി ത്രൂ ബ്രിഡ്ജസ്, ഇങ്ങനെ 3 കാറ്റഗറീസ് ആണ് നമുക്ക് സിമ്പിൾ ബ്രിഡ്ജസിന്റെ ക്ലാസിഫിക്കേഷനിലുള്ളത്. അപ്പം മെയിൻലി നമുക്ക് 3 ആയിട്ട് കാറ്റഗറൈസ് ചെയ്യാം ബേസ്ഡ് ഓൺ ദ പൊസിഷൻ ഓഫ് സൂപ്പർ സ്ട്രക്ചർ. ഓക്കെ, അപ്പൊ നമുക്ക് എന്താണ് ഡെക്ക് ബ്രിഡ്ജസ് എന്നും എന്താണ് ത്രൂ ബ്രിഡ്ജസ് എന്നും എന്താണ് സെമി ത്രൂ ബ്രിഡ്ജസ് എന്നും ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. നമ്മൾ മുന്നേ പറഞ്ഞു സിമ്പിൾ ബ്രിഡ്ജസ് 3 ആയിട്ട് നമുക്ക് ക്ലാസിഫൈ ചെയ്യാം: ഡെക്ക് ബ്രിഡ്ജ്, ത്രൂ ബ്രിഡ്ജ്, സെമി ത്രൂ ബ്രിഡ്ജ്. ഇനി നമുക്ക് അതിന്റെ ഡീറ്റെയിൽസിലേക്ക് പോകാം. ആദ്യമായി ഡെക്ക് ബ്രിഡ്ജസ് എന്താണെന്ന് നോക്കാം. സൂപ്പർ സ്ട്രക്ചർ ബിലോ കാരേജ് വേ. സൂപ്പർ സ്ട്രക്ചർ എന്ന് പറഞ്ഞാൽ കാരേജ് വേയുടെ താഴെയാണ് കൊടുക്കുന്നത്. അതായത് ഇത് നമ്മുടെ ബെഡ് ഫ്ലോ ലെവൽ ആണെന്ന് വിചാരിക്കുക. ആൻഡ് ദിസ് ഈസ് യുവർ മാക്സിമം വാട്ടർ ലെവൽ. മാക്സിമം വാട്ടർ ലെവൽ ഇതാണെന്ന് വിചാരിക്കുക. ഓക്കെ, ഇനി നമ്മൾ എന്താ പറഞ്ഞത്? സൂപ്പർ സ്ട്രക്ചർ ബിലോ കാരേജ് വേ. ഈ മുകളിലുള്ളത് നമ്മുടെ എന്താണ്? കാരേജ് വേ ആണ്. ആൻഡ് ഇതാണ് നമ്മുടെ സൂപ്പർ സ്ട്രക്ചർ എന്ന് പറഞ്ഞാൽ. സൂപ്പർ സ്ട്രക്ചർ കാരേജ് വേയുടെ താഴെ കൊടുക്കുന്ന ടൈപ്പ് ഓഫ് ബ്രിഡ്ജസിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഡെക്ക് ബ്രിഡ്ജസ് എന്ന് പറയുന്നത്. അപ്പൊ ഇങ്ങനെ തന്നെയാണ് ചോദിക്കുന്നത്. ടൈപ്പ് ഓഫ് ബ്രിഡ്ജസ് വേർ സൂപ്പർ സ്ട്രക്ചർ ഇസ് പ്രൊവൈഡഡ് ബിലോ കാരേജ് വേ. ഏതാണത്? ഡെക്ക് ബ്രിഡ്ജസ് ആണ്. ഈ ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളതാണ്. അപ്പൊ അത് നോട്ട് ചെയ്ത് വെച്ച് പഠിക്കുക. അതായത് കാരേജ് വേ എന്ന് പറഞ്ഞാൽ ഇതുവഴിയാണല്ലോ നമ്മുടെ വെഹിക്കിൾസ് പോകുന്നത്. സൂപ്പർ സ്ട്രക്ചർ താഴെ ആയിരിക്കും. നിങ്ങൾക്ക് അടുത്ത ഞാൻ ഒരു ത്രൂ ബ്രിഡ്ജിന്റെ പടം കാണിച്ചു തരാം. അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാവും എന്താണ് ത്രൂ ബ്രിഡ്ജ് എന്നും ഡെക്ക് ബ്രിഡ്ജ് എന്നും. അപ്പൊ ഡെക്ക് ബ്രിഡ്ജിൽ ഇവിടെ ഞാൻ ഇമേജ് കാണിക്കുന്നില്ല, ഇവിടെ ജസ്റ്റ് ഇത്ര അറിഞ്ഞിരിക്കുക. സൂപ്പർ സ്ട്രക്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാരേജ് വേയുടെ താഴെയാണ്. ഇവിടെ വേറൊരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ബെഡ് ലെവലിന്റെയും അതുപോലെ തന്നെ മാക്സിമം വാട്ടർ ലെവലിന്റെ ഇടയ്ക്ക് സഫീഷ്യന്റ് ഹെഡ് ഉണ്ട്. അതായത് സഫീഷ്യന്റ് ഒരു നമുക്ക് ഈ പറഞ്ഞ പോലെ സൂപ്പർ സ്ട്രക്ചർ കൊടുക്കാൻ വേണ്ടി ഗ്യാപ്പോ അല്ലെങ്കിൽ ഹെഡോ ഉള്ള കേസിലാണ് നമ്മൾ ഡെക്ക് ബ്രിഡ്ജസ് ഉപയോഗിക്കുന്നത്. ഓക്കെ, അപ്പൊ ഡെക്ക് ബ്രിഡ്ജ് എന്താണെന്ന് മനസ്സിലായല്ലോ. സൂപ്പർ സ്ട്രക്ചർ ബിലോ കാരേജ് വേ. മുകളിലാണ് കാരേജ് വേ വരുന്നത്. ഇതിലേക്കൂടെ വെഹിക്കിൾസ് പോകും. അതിന്റെ താഴെയാണ് എന്തുള്ളത്? സൂപ്പർ സ്ട്രക്ചർ ഉള്ളത്. അടുത്ത സെക്കൻഡ് കേസ് നോക്കാം. സിമ്പിൾ ബ്രിഡ്ജസ് അല്ലെങ്കിൽ ബീം ബ്രിഡ്ജസിന്റെ സെക്കൻഡ് ക്ലാസിഫിക്കേഷൻ എന്ന് പറയുന്നത് ത്രൂ ബ്രിഡ്ജ് ആണ്. ഇതാണ് ഒരു ത്രൂ ബ്രിഡ്ജിന്റെ പടം. ത്രൂ ബ്രിഡ്ജിന്റെ പടം ഇവിടെ നിങ്ങൾക്ക് കാണാമല്ലോ. ഇവിടെ പ്രത്യേകത എന്താണ്? സൂപ്പർ സ്ട്രക്ചർ എബവ് കാരേജ് വേ. അപ്പം നേരത്തെ നമ്മൾ വരച്ച പോലെ നമ്മൾ വരയ്ക്കുകയാണെങ്കിൽ സൂപ്പർ സ്ട്രക്ചർ എബവ് കാരേജ് വേ ആണല്ലോ. ഇത് നമ്മുടെ മാക്സിമം വാട്ടർ ലെവൽ ആൻഡ് ദിസ് ഇസ് യുവർ ബെഡ് ഫ്ലോ ലെവൽ. ഇതിന്റെ മുകളിലാണ് എന്തുള്ളത്? നമ്മുടെ സൂപ്പർ സ്ട്രക്ചർ ഉള്ളത്. സൂപ്പർ സ്ട്രക്ചർ മുകളിലാണുള്ളത്. ഇത് കാരേജ് വേയുടെ മുകളിലാണ് സൂപ്പർ സ്ട്രക്ചർ വരുന്നത്. ഇവിടെ നിങ്ങൾക്ക് കാണാം, ഇതാണ് ഈ ബ്രിഡ്ജിന്റെ പടത്തിൽ നോക്കി, ഇതാണ് കാരേജ് വേ. ഇതിന്റെ മുകളിലാണ് നമ്മുടെ സൂപ്പർ സ്ട്രക്ചർ അറേഞ്ച്മെന്റ്. ചിലപ്പോൾ കേബിൾ ആയിട്ടോ ഒക്കെ കൊടുക്കാറുണ്ട് നമ്മുടെ സൂപ്പർ സ്ട്രക്ചർ കൊടുക്കുന്ന. അങ്ങനെ ടൈപ്പ് ഓഫ് ബ്രിഡ്ജിനാണ് ത്രൂ ബ്രിഡ്ജ് എന്ന് പറയുന്നത്. നേരത്തെ നമ്മൾ എന്താണ് പറഞ്ഞിരുന്നത്? നമ്മുടെ ഡെക്ക് ബ്രിഡ്ജിനകത്ത് എന്താ പറഞ്ഞ? സൂപ്പർ സ്ട്രക്ചർ ബിലോ കാരേജ് വേ. അങ്ങനെയുള്ള കേസിൽ എന്താണ്? ഈ കാരേജ് വേ മുകളിൽ വന്നിട്ട് ഈ പർട്ടിക്കുലർ പോർഷൻ കണ്ടോ, ഇതൊക്കെ കാരേജ് വേയുടെ താഴെ വരുന്ന ടൈപ്പ് ഓഫ് ബ്രിഡ്ജ് ആണ് ഡെക്ക് ബ്രിഡ്ജ്. ത്രൂ ബ്രിഡ്ജ് എന്താണ്? സൂപ്പർ സ്ട്രക്ചർ എബവ് കാരേജ് വേ. അപ്പൊ ഡെക്ക് ബ്രിഡ്ജ് ആണ് ഇതുവരെ ചോദിച്ചിട്ടുള്ളത്. അപ്പൊ ത്രൂ ബ്രിഡ്ജ് എന്താണെന്ന് ചോദിച്ചാലും എഴുതാൻ പറ്റണം. സൂപ്പർ സ്ട്രക്ചർ വെച്ചിട്ടുള്ള ക്ലാസിഫിക്കേഷൻ ആയതുകൊണ്ടാണ് ഞാൻ സൂപ്പർ സ്ട്രക്ചർ വിത്ത് റെഫറൻസ് പറയുന്നത്. സൂപ്പർ സ്ട്രക്ചർ എന്ന് പറഞ്ഞാൽ കാരേജ് വേയുടെ മുകളിൽ കൊടുക്കുന്നതിനെയാണ് നമ്മൾ ത്രൂ ബ്രിഡ്ജ് എന്ന് പറയുന്നത്. ഇനി ഈ സൂപ്പർ സ്ട്രക്ചർ നമ്മുടെ കാരേജ് വേയുടെ താഴെ കൊടുത്താൽ അതിനെ നമ്മൾ ഡെക്ക് ബ്രിഡ്ജ് എന്ന് പറയും. ഇനി അടുത്ത ഒരു ക്ലാസിഫിക്കേഷൻ ഉള്ളത് എന്ന് പറഞ്ഞാൽ തേർഡ് വൺ സെമി ത്രൂ ബ്രിഡ്ജ് ആണ്. അവിടെ എന്തായിരിക്കും പ്രത്യേകത? പേരിൽ തന്നെ ഉണ്ട്. സൂപ്പർ സ്ട്രക്ചർ പാർട്ട്ലി ബിലോ കാരേജ് വേ ആൻഡ് പാർട്ട്ലി എബവ്. അതായത് ഇത് നമ്മുടെ ബെഡ് ഫ്ലോ ലെവലും അതുപോലെ തന്നെ ഇത് നമ്മുടെ മാക്സിമം വാട്ടർ ലെവലും ആണെങ്കിൽ സൂപ്പർ സ്ട്രക്ചറിന്റെ പകുതി ഭാഗം എവിടെയായിരിക്കും? കാരേജ് വേയുടെ മുകളിലും പകുതി ഭാഗം കാരേജ് വേയുടെ താഴെയും. അങ്ങനെ സൂപ്പർ സ്ട്രക്ചർ പാർട്ട്ലി ബിലോ കാരേജ് വേ ആൻഡ് പാർട്ട്ലി എബവ്. അങ്ങനെയുള്ളതിനെയാണ് എന്ത് പറയുന്നത്? സെമി ത്രൂ ബ്രിഡ്ജ്. അപ്പൊ നമ്മൾ 3 എണ്ണം പറഞ്ഞു. ഡെക്ക് പറഞ്ഞു, ത്രൂ പറഞ്ഞു, അതുപോലെ തന്നെ സെമി ത്രൂ പറഞ്ഞു. അപ്പം ഡെക്കിന്റെ പ്രത്യേകത എന്തായിരുന്നു? സൂപ്പർ സ്ട്രക്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാരേജ് വേയുടെ താഴെയായിരുന്നു. ത്രൂ ബ്രിഡ്ജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? സൂപ്പർ സ്ട്രക്ചർ കാരേജ് വേയുടെ മുകളിലാണ്. ഇനി പകുതി സൂപ്പർ സ്ട്രക്ചർ കാരേജ് വേയുടെ മുകളിലും പകുതി താഴെയാണെങ്കിൽ നമ്മൾ അതിനെ എന്ത് പറയും? സെമി ത്രൂ ബ്രിഡ്ജ് എന്ന് പറയും. അപ്പൊ ഇതാണ് 3 സിമ്പിൾ ബ്രിഡ്ജസ് അഥവാ ബീം ബ്രിഡ്ജസിന്റെ ക്ലാസിഫിക്കേഷൻ എന്ന് പറയുന്നത്. അടുത്ത ക്ലാസിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ അക്കോർഡിംഗ് ടു ഫ്ലെക്സിബിലിറ്റി ആണ്. അക്കോർഡിംഗ് ടു ഫ്ലെക്സിബിലിറ്റി സിമ്പിൾ ആയിട്ട് 2 ക്ലാസിഫിക്കേഷൻ ആണ് ഉള്ളത്. ഫിക്സഡ് സ്പാനും ഉണ്ട്, മൂവബിൾ സ്പാനും ഉണ്ട്. അതായത് ഫിക്സഡ് സ്പാൻ എന്ന് പറഞ്ഞാൽ അതിന്റെ സ്പാൻ എന്ന് പറയുന്നത്
അല്ലെങ്കിൽ അതിന്റെ സപ്പോർട്ടുകൾക്കിടയിലുള്ള ലെങ്ത് എന്ന് പറയുന്നത് ഫിക്സഡ് ആയിരിക്കും. മൂവബിൾ സ്പാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ സ്പാൻ നമുക്ക് വേരി ചെയ്തുകൊണ്ടിരിക്കാം. ആൻഡ് ഇതൊരു ക്വസ്റ്റ്യൻസ് നമുക്ക് ചോദിച്ചിട്ടുള്ളതാണ്. മൂവബിൾ സ്പാൻ ബ്രിഡ്ജസ് എന്തിനു വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നത്? നാവിഗേഷൻ പർപ്പസസിന് വേണ്ടിയിട്ടാണ് മൂവബിൾ സ്പാൻ ബ്രിഡ്ജസ് ഉപയോഗിക്കുന്നത്. ആൻഡ് ഒരു ക്വസ്റ്റ്യൻ ഒരു തവണ വന്ന എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ വിച്ച് ഓഫ് ദി ഫോളോയിങ് ഇസ് എ ടൈപ്പ് ഓഫ് മൂവബിൾ സ്പാൻ ബ്രിഡ്ജ്. അപ്പൊ മൂവബിൾ സ്പാൻ ബ്രിഡ്ജിന്റെ ജസ്റ്റ് പേരുകൾ, അതായത് ക്ലാസിഫിക്കേഷൻ മാത്രം, പേരുകൾ മാത്രം ഒന്ന് ഞാൻ മെൻഷൻ ചെയ്യാം. അത് എന്താണ് അതിന്റെ കൂടുതൽ ഡീറ്റെയിൽസ് നിങ്ങൾ പഠിക്കണം. ജസ്റ്റ് പേര് അറിഞ്ഞിരിക്കുക. അതായത് ഇവയൊക്കെ നമ്മുടെ മൂവബിൾ സ്പാൻ ബ്രിഡ്ജിന്റെ ഇടയിൽ വരുന്നതാണെന്നൊന്ന് അറിയാം. അപ്പൊ ടൈപ്സ് ഓഫ് മൂവബിൾ സ്പാൻ ബ്രിഡ്ജിൽ വരുന്ന ആദ്യത്തേത് ബാസ്ക്യൂൾ ബ്രിഡ്ജസ്, രണ്ടാമത്തെ കട്ട്ബോർഡ് ബ്രിഡ്ജസ്, മൂന്നാമത്തെ ലിഫ്റ്റ് ബ്രിഡ്ജസ്, നാലാമത്തെ സ്വിംഗ് ബ്രിഡ്ജസ്, ട്രാൻസ്പോർട്ടർ ബ്രിഡ്ജസ് ആൻഡ് ട്രാവേഴ്സിംഗ് ബ്രിഡ്ജസ്. ഇങ്ങനെയാണ് ക്ലാസിഫിക്കേഷൻ വരുന്നത്. ജസ്റ്റ് പേരുകൾ മാത്രം ഒന്ന് അറിഞ്ഞിരിക്കുക, ഒന്ന് ഫെമിലിയറൈസ് ചെയ്ത് വെക്കുക. കാര്യം ഇത് മൂവബിൾ സ്പാൻ ബ്രിഡ്ജസിന്റെ താഴെ വരുന്നതാണെന്ന് ഒന്ന് അറിഞ്ഞിരിക്കുക. ആൻഡ് മൂവബിൾ സ്പാൻ ബ്രിഡ്ജസ് മെയിൻലി നമ്മൾ നാവിഗേഷൻ പർപ്പസിന് മാത്രമാണ് ഉപയോഗിക്കുക. ഇനി അടുത്തത് അക്കോർഡിംഗ് ടു ദ പൊസിഷൻ ഓഫ് ഹൈ ഫ്ലഡ് ലെവൽ ആണ്. ഹൈ ഫ്ലഡ് ലെവലിന്റെ പൊസിഷൻ അനുസരിച്ച് നമുക്ക് രണ്ട് ടൈപ്പ് ആണുള്ളത്. ആദ്യത്തേത് സബ്മേഴ്സിബിൾ ബ്രിഡ്ജസ് ആണ്. അതിന്റെ ഒരു വീഡിയോ നമുക്ക് ആദ്യമേ കാണാം. ഇവിടെ നിങ്ങൾക്ക് കാണാൻ കഴിയും, കണ്ടോ, ആ റോഡിലൂടെ ആദ്യം വെഹിക്കിൾ പോവാണ്. ഇനി എന്തെങ്കിലും നാവിഗേഷൻ പർപ്പസ് വരുമ്പോൾ ആ നമ്മുടെ കാരേജ് താന്ന് പോയിട്ട് അതിലൂടെ ബോട്ട് പോകുന്ന കാണാൻ പറ്റും. നിങ്ങൾക്ക് ഒന്നുകൂടെ നോക്കിയാൽ കാണാൻ പറ്റും. കണ്ടോ, ബോട്ട് പോകുന്നതായിട്ട് കാണാൻ കഴിയും. ഓക്കെ, അപ്പം ആദ്യത്തേത് സബ്മേഴ്സിബിൾ ബ്രിഡ്ജസ് ആണ്. വെൻ വാട്ടർ പാസസ് ത്രൂ ദ കാരേജ് വേ. എന്താണ് സംഭവിക്കുന്നത്? കാരേജ് വേ ആയിട്ട് ഇരിക്കും വെഹിക്കിൾ പോകുമ്പോൾ, അതിനുശേഷം നാവിഗേഷൻ പർപ്പസിന് കാരേജ് വേ താന്നു കൊടുക്കും. അപ്പം കാരേജ് വേയിലൂടെ വെള്ളം പാസ് ചെയ്ത് പോകുന്ന ടൈപ്പ് ഓഫ് ബ്രിഡ്ജസിനെയാണ് നമ്മൾ സബ്മേഴ്സിബിൾ ബ്രിഡ്ജ് എന്ന് പറയുന്നത്. ഇനി അടുത്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നോൺ സബ്മേഴ്സിബിൾ ബ്രിഡ്ജ് ആണ്. അതായത് വെള്ളത്തിൽ നിന്ന് ഒരുപാട് മുകളിൽ നമ്മൾ കൺസ്ട്രക്ട് ചെയ്യുന്ന ടൈപ്പ് ഓഫ് ബ്രിഡ്ജസിനെയാണ് നോൺ സബ്മേഴ്സിബിൾ ബ്രിഡ്ജസ് എന്ന് പറയുന്നത്. അതിന്റെ വേറൊരു പേരാണ് ഹൈ ലെവൽ ബ്രിഡ്ജസ്. അതായത് വളരെ ഹൈ ലെവലിലാണ് ആ ബ്രിഡ്ജസ് പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പം അക്കോർഡിംഗ് ടു ദ പൊസിഷൻ ഓഫ് ഹൈ ഫ്ലഡ് ലെവൽ നമുക്ക് സബ്മേഴ്സിബിൾ ബ്രിഡ്ജസും അതുപോലെ തന്നെ നോൺ സബ്മേഴ്സിബിൾ ബ്രിഡ്ജസും ഉണ്ട്. ഇനി അടുത്തത് PSC ബേസ്ഡിൽ ഏറ്റവും വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ക്ലാസിഫിക്കേഷൻ ആണ്. ആദ്യം ഉള്ള ഇമ്പോർട്ടന്റ് ക്ലാസിഫിക്കേഷൻ ഞാൻ പറഞ്ഞു, ഡെക്ക് ബ്രിഡ്ജും ത്രൂ ബ്രിഡ്ജും സെമി ത്രൂ ബ്രിഡ്ജും. ഇനി ഇതുപോലെ തന്നെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള വേറൊരു ക്ലാസിഫിക്കേഷൻ ആണ് ബേസ്ഡ് ഓൺ സ്പാൻ. ഓക്കെ, അപ്പൊ നമുക്ക് ആദ്യമേ എന്താണ് സിംഗിൾ സ്പാൻ ബ്രിഡ്ജ് എന്ന് നോക്കാം. സിംഗിൾ സ്പാൻ ബ്രിഡ്ജ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം രണ്ട് സപ്പോർട്ടുകൾക്കിടയിൽ ഒരൊറ്റ സ്പാൻ, അതിനാണ് സിംഗിൾ സ്പാൻ എന്ന് പറയുന്നത്. മൾട്ടി സ്പാൻ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് കാണാം ഒരുപാട് സ്പാൻസ് കാണും ഈ സപ്പോർട്ടുകൾക്കിടയിൽ, ഇവിടെ ഒരു സ്പാൻ ഇവിടെ ഒരു സ്പാൻ, അങ്ങനെയുള്ളതിനാണ് മൾട്ടി സ്പാൻ ബ്രിഡ്ജസ് എന്ന് പറയും. ഇത് രണ്ടും ജസ്റ്റ് പറഞ്ഞു എന്ന് മാത്രം. സ്പാൻ എന്ന് പറഞ്ഞാൽ എന്താണ് നിങ്ങൾക്ക് കാണാൻ കഴിയും, സപ്പോർട്ടുകൾക്കിടയിലുള്ള ലെങ്തിനെയാണ് സ്പാൻ എന്ന് പറയുന്നത്. ഇവിടെ മെയിൻ സപ്പോർട്ടുകൾക്കിടയിലുള്ള ലെങ്ത് സ്പാൻ ലെങ്ത്, ഇവിടെ ഇന്റർമീഡിയറ്റ് സപ്പോർട്ടുകൾക്കിടയിലുള്ള ലെങ്ത് സ്പാൻ. ഓക്കെ, അപ്പൊ സ്പാൻ എന്താണെന്ന് ക്ലിയർ ആണല്ലോ. ഇനി സ്പാൻ അനുസരിച്ച് നമുക്ക് ഷോർട്ട് സ്പാൻ ബ്രിഡ്ജ് ഉണ്ട്. ഷോർട്ട് സ്പാൻ ബ്രിഡ്ജ് എന്ന് പറഞ്ഞാൽ 6 to 30 മീറ്റർ ബ്രിഡ്ജ്, അതായത് 6 to 30 മീറ്റർ ലെങ്ത് ആണെങ്കിൽ നമ്മൾ അതിനെ എന്ത് പറയും? ഷോർട്ട് സ്പാൻ ബ്രിഡ്ജ് എന്ന് പറയും. അതിന്റെ വേറൊരു പേരാണ് മൈനർ ബ്രിഡ്ജ്. ഇത് ഈ പറയുന്നതൊക്കെ ഇമ്പോർട്ടന്റ് ആണ്, നോട്ട് ചെയ്ത് വെച്ച് പഠിച്ചോളൂ, മാർക്ക് ചെയ്ത് വെച്ച് പഠിച്ചോളൂ. അപ്പൊ ഷോർട്ട് സ്പാൻ എന്ന് പറഞ്ഞാൽ 60 to 30 മീറ്റർ ആയിരിക്കും ലെങ്ത്, അതിനെ നമ്മൾ മൈനർ ബ്രിഡ്ജ് എന്നും പറയാറുണ്ട്. ഇനി മീഡിയം സ്പാൻ എന്ന് പറഞ്ഞാൽ 30 to 120 മീറ്റർ ആയിരിക്കും, അതിനെ നമ്മൾ പറയുന്ന വേറൊരു പേരാണ് മേജർ ബ്രിഡ്ജ് എന്ന് പറയും. ഇനി ലോങ് സ്പാൻ എന്ന് പറഞ്ഞാൽ ഗ്രേറ്റർ ദാൻ 120 മീറ്റർ ആണ്. ഓക്കെ, അപ്പൊ ഇത് മൂന്നും ഓർത്തു വെക്കുക. അപ്പൊ 6 to 30 മീറ്റർ വന്നാൽ മൈനർ ബ്രിഡ്ജും, 30 to 120 മീറ്റർ വന്നാൽ മേജർ ബ്രിഡ്ജും, ഗ്രേറ്റർ ദാൻ 120 മീറ്റർ വന്നാൽ ലോങ് സ്പാൻ ബ്രിഡ്ജ് എന്ന് പറയും. അപ്പൊ ഷോർട്ട് സ്പാൻ, മീഡിയം സ്പാൻ, ലോങ് സ്പാൻ എന്ന് പറയും. ഷോർട്ട് സ്പാന്റെ വേറൊരു പേരാണ് മൈനർ ബ്രിഡ്ജ്, മീഡിയം സ്പാന്റെ വേറൊരു പേരാണ് മേജർ ബ്രിഡ്ജ്. ഓക്കെ, ഇനി നമുക്ക് വേറെ രണ്ട് കാര്യങ്ങൾ ഓർത്തു വെക്കാനുള്ളത്. സ്പാൻ ഗ്രേറ്റർ ദാൻ 6 മീറ്റർ, 6 മീറ്ററിൽ കൂടുതൽ സ്പാൻ ഉണ്ടെങ്കിൽ നമ്മൾ അതിനെ ബ്രിഡ്ജ് എന്നും, 6 മീറ്റർ കുറവിൽ സ്പാൻ ആണ് ഉള്ളതെങ്കിൽ നമ്മൾ അതിനെ കൾവേർട്ട് എന്നും പറയാറുണ്ട്. ഇത് എപ്പോഴും ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആണ്. സ്പാൻ ലെസ് ദാൻ 6 മീറ്റർ വന്നാൽ നമ്മൾ അതിനെ എന്ത് വിളിക്കും എന്ന് ചോദിക്കാറുണ്ട്. അതെന്താണ്? കൾവേർട്ട് ആണ് അതിന്റെ ആൻസർ. എപ്പോഴും PSCക്ക് ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആണ്. റെഡ് വെച്ച് മാർക്ക് ചെയ്ത് പഠിച്ചോളൂ. സ്പാൻ ലെസ് ദാൻ 6 മീറ്റർ വന്നാൽ നമ്മൾ അതിനെ കൾവേർട്ട് എന്ന് പറയും. ഇനി സ്പാൻ ലെസ് ദാൻ 1 മീറ്റർ ആണെങ്കിൽ നമ്മൾ അതിനെ എന്ത് പറയും? വെന്റ് വേ എന്ന് പറയും. അതും കൂടെ ഓർത്ത് വെക്കുക. ഇതും ചോദിച്ചിട്ടുള്ളതാണ്. സ്പാൻ ലെസ് ദാൻ 1 മീറ്റർ വന്നാൽ വെൻ വേ, സ്പാൻ ലെസ് ദാൻ 6 മീറ്റർ വന്നാൽ കൾവേർട്ട്. ഇത് രണ്ടും മാർക്ക് ചെയ്ത് വെച്ച് പഠിച്ചോളൂ. വളരെ വളരെ ഇമ്പോർട്ടന്റ് ആണ്. സ്പാൻ ലെസ് ദാൻ 6 മീറ്റർ വന്നു കഴിഞ്ഞാൽ എന്താണ്? കൾവേർട്ട് ആണ്. സ്പാൻ ലെസ് ദാൻ 1 മീറ്റർ വന്നാൽ വെന്റ് വേ ആണ്. ഇത്രയും എന്തിരുന്നാലും പഠിച്ചിരിക്കുക. ഇതാണ് ബേസ്ഡ് ഓൺ സ്പാൻ വെച്ചിട്ടുള്ള ക്ലാസിഫിക്കേഷൻ. ഇനി അടുത്തത് ലീനിയർ വാട്ടർ വേ ഓഫ് എ ബ്രിഡ്ജ്. ഇത് ഇമ്പോർട്ടന്റ് ആണ്. വാട്ടർ വേ എന്താണെന്നും ചോദിക്കാൻ സാധ്യതയുള്ള ഒരു പോർഷൻ ആണ്.
ഇപ്പൊ ലീനിയർ വാട്ടർവേ എന്ന് പറഞ്ഞാൽ ദ ഏരിയ അണ്ടർ ദ ബ്രിഡ്ജ് ത്രൂ വിച്ച് വാട്ടർ ഫ്ലോസ് ഇസ് കോൾഡ് നാച്ചുറൽ വാട്ടർവേ. അതായത് ഇപ്പൊ ഇവിടെ നമുക്കൊരു ബ്രിഡ്ജ് ഉണ്ടെന്ന് വെച്ചോ, ഒരു ബ്രിഡ്ജ് ഇങ്ങനെ പോവാ. ഈ ബ്രിഡ്ജിന്റെ താഴെയുള്ള ഏരിയ ഓഫ് വാട്ടറിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, നാച്ചുറൽ വാട്ടർവേ ഓഫ് എ ബ്രിഡ്ജ്. ഏരിയ അണ്ടർ ദ ബ്രിഡ്ജ് ത്രൂ വിച്ച് വാട്ടർ ഫ്ലോസ്. അതായത് ഈ ബ്രിഡ്ജിന്റെ താഴെയുള്ള, അതായത് താഴെ കൂടെ വെള്ളം ഒഴുകുന്ന ആ ഒരു പർട്ടിക്കുലർ ഏരിയ ആണ് നമ്മൾ എന്ത് പറയുന്നത്, നാച്ചുറൽ വാട്ടർവേ എന്ന് പറയുന്നത്. നാച്ചുറൽ വാട്ടർവേ. അപ്പൊ ഏരിയ ആയതുകൊണ്ട് അതിന്റെ യൂണിറ്റ് എന്താണ്, മീറ്റർ സ്ക്വയർ ആണ്. അപ്പൊ ഓർത്ത് വെക്കുക, നമ്മൾ പറഞ്ഞത് നാച്ചുറൽ വാട്ടർവേ ആണ്. ഇനി അടുത്തത് ലീനിയർ വാട്ടർവേ എന്താന്ന് നോക്കാം. ദ ലെങ്ത് ഓഫ് ദ ബ്രിഡ്ജ് അവൈലബിൾ ബിറ്റ്വീൻ എക്സ്ട്രീം എഡ്ജ് ഓഫ് എ വാട്ടർ സർഫസ്. അതായത് ഇപ്പൊ ഇത് നമ്മുടെ ബ്രിഡ്ജ് ഇങ്ങനെ ജസ്റ്റ് സിംപ്ലി സപ്പോർട്ടഡ് ആയിട്ട് വരയ്ക്കിയ ഒരു ബ്രിഡ്ജ്, ഇതിന്റെ താഴെ കൂടെ വെള്ളം പോകുന്നുണ്ട്. ലെങ്ത് ഓഫ് ദ ബ്രിഡ്ജ് അവൈലബിൾ ബിറ്റ്വീൻ ദ എക്സ്ട്രീം എഡ്ജ് ഓഫ് എ വാട്ടർ സർഫസ് അറ്റ് ദ ഹയസ്റ്റ് ഫ്ലഡ് ലെവൽ. അതായത് ലെങ്ത് ഓഫ് ദ ബ്രിഡ്ജിനെയാണ് നമ്മൾ ലീനിയർ വാട്ടർവേ എന്ന് പറയുന്നത്. എവിടെയാണ്, എക്സ്ട്രീം എഡ്ജ് ഓഫ് വാട്ടർ സർഫസ് അറ്റ് ദ ഹയസ്റ്റ് ഫ്ലഡ് ലെവൽ മെഷേർഡ് അറ്റ് റൈറ്റ് ആംഗിൾസ് ടു ദ അബട്ട്മെന്റ് ഫേസ്. ഇതാണ് അബട്ട്മെന്റ്സ് എന്ന് വെച്ചാൽ അബട്ട്മെന്റ്സിന് പെർപെൻഡിക്കുലർ ആയിട്ട് മെഷർ ചെയ്യുന്ന ലെങ്ത് ഓഫ് ബ്രിഡ്ജ് അവൈലബിൾ ബിറ്റ്വീൻ ദ എക്സ്ട്രീം എഡ്ജ് ഓഫ് വാട്ടർ. അതായത് ഈ പോർഷനിൽ വരുന്ന ലെങ്ത് ഓഫ് ബ്രിഡ്ജിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ലീനിയർ വാട്ടർവേ എന്ന് പറയുന്നത്. അപ്പൊ ഇത് ലീനിയർ വാട്ടർവേ ഒന്ന് ഓർത്ത് വെക്കുക. ലീനിയർ വാട്ടർവേ എന്ന് പറഞ്ഞാൽ ലെങ്ത് ഓഫ് ബ്രിഡ്ജ് ആണ് എവിടെയാണ് അവൈലബിൾ ബിറ്റ്വീൻ ദ എക്സ്ട്രീം എഡ്ജ് ഓഫ് വാട്ടർ സർഫസസ് അറ്റ് ദ ഹയസ്റ്റ് ഫ്ലഡ് ലെവൽ മെഷേർഡ് അറ്റ് റൈറ്റ് ആംഗിൾസ് ടു ദ അബട്ട്മെന്റ് ഫേസ്. ഇതാണ് അബട്ട്മെന്റ് ഫേസ്. അബട്ട്മെന്റ് ഫേസിന് റൈറ്റ് ആംഗിൾ ആയിട്ട് മെഷർ ചെയ്യുന്ന പർട്ടിക്കുലർ ലെങ്ത് ഓഫ് ബ്രിഡ്ജ് അവൈലബിൾ ബിറ്റ്വീൻ ദ എക്സ്ട്രീം എഡ്ജ് ഓഫ് എ വാട്ടർ സർഫസിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ലീനിയർ വാട്ടർവേ എന്ന് പറയുന്നത്. ഇത് ലെങ്ത് ഓഫ് ബ്രിഡ്ജ് ആയതുകൊണ്ട് ലീനിയർ വാട്ടർവേയുടെ യൂണിറ്റ് എന്താണ്, മീറ്റർ ആണ്. അപ്പൊ ഓർത്ത് വെക്കുക, നമ്മൾ രണ്ട് വാട്ടർവേ ആണ് പറഞ്ഞത്. നാച്ചുറൽ വാട്ടർവേ. നാച്ചുറൽ വാട്ടർവേ എന്ന് പറഞ്ഞാൽ ഏരിയ ഓഫ് വാട്ടർ അണ്ടർ ദ ബ്രിഡ്ജ്, ബ്രിഡ്ജിന് താഴെയുള്ള ഏരിയ ഓഫ് വാട്ടർ മീറ്റർ സ്ക്വയറിലുള്ളതിനെയാണ് നമ്മൾ നാച്ചുറൽ വാട്ടർവേ എന്ന് പറയുന്നത്. ഇനി ലീനിയർ വാട്ടർവേ എന്ന് പറഞ്ഞാൽ എന്താണ്, ഒന്നുകൂടെ പറഞ്ഞു തരാം. ലീനിയർ വാട്ടർവേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ ഇത് നിങ്ങളുടെ ബ്രിഡ്ജ് ആണെന്ന് വെച്ചോ, ജസ്റ്റ് ഒന്ന് കാണിക്കുകയാണ്. ഇതിന് രണ്ട് അബട്ട്മെന്റ്സ് ഇവിടെ ഉണ്ടെന്ന് വെച്ചോ. ഓക്കെ, ദ ലെങ്ത് ഓഫ് ദ ബ്രിഡ്ജ് അവൈലബിൾ ബിറ്റ്വീൻ ദ എക്സ്ട്രീം എഡ്ജ് ഓഫ് എ വാട്ടർ സർഫസ് അറ്റ് ദ ഹയസ്റ്റ് ഫ്ലഡ് ലെവൽ. ഹയസ്റ്റ് ഫ്ലഡ് ലെവലിലുള്ള ഈ എക്സ്ട്രീം വാട്ടർ സർഫസ് ഇതാണെന്ന് വിചാരിച്ചോളൂ. അപ്പൊ ഇതാണ് നമ്മുടെ ലെങ്ത് ഓഫ് ബ്രിഡ്ജ് ഉള്ളത്. മെഷേർഡ് അറ്റ് റൈറ്റ് ആംഗിൾസ് ടു ദ അബട്ട്മെന്റ് ഫേസ്. ഇത് അബട്ട്മെന്റ് ഫേസ് ആണെങ്കിൽ അബട്ട്മെന്റ് ഫേസിന് റൈറ്റ് ആംഗിൾ ആയിട്ട് മെഷർ ചെയ്യുന്ന ലെങ്ത് ഓഫ് ദ ബ്രിഡ്ജ് ആണ് അവൈലബിൾ ബിറ്റ്വീൻ ദ എക്സ്ട്രീം എഡ്ജ് ഓഫ് എ വാട്ടർ സർഫസ് ആൻഡ് ഹയസ്റ്റ് ഫ്ലഡ് ലെവൽ ആണ് നമ്മൾ എന്ത് പറയുന്നത്, ലീനിയർ വാട്ടർവേ എന്ന് പറയുന്നത്. അപ്പൊ ഇത് ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്ത് വെച്ചോളൂ. ക്വസ്റ്റ്യൻസ് ഇത് ഇത്തിരി അഡ്വാൻസ്ഡ് ആണ്, എന്നിരുന്നാൽ കൂടി ഒന്ന് അറിഞ്ഞിരിക്കുക കേട്ടോ, എന്താണ് ലീനിയർ വാട്ടർവേ എന്നും എന്താണ് നാച്ചുറൽ വാട്ടർവേ എന്നുള്ളത്. ഓക്കെ, അപ്പൊ നമ്മൾ ലീനിയർ വാട്ടർവേയെ കുറിച്ച് പറഞ്ഞു. അപ്പൊ ഇതാണ് നമ്മുടെ ബ്രിഡ്ജ് എങ്കിൽ ഇവിടെ രണ്ട് അബട്ട്മെന്റ്സ് ഉണ്ടെന്ന് വിചാരിച്ചോളൂ. അപ്പൊ നമ്മുടെ ലീനിയർ വാട്ടർവേ എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ലെങ്ത് ഓഫ് ദ ബ്രിഡ്ജ് അവൈലബിൾ ബിറ്റ്വീൻ ദ വാട്ടർ ലെവൽ മെഷർഡ് പെർപെൻഡിക്കുലർ ടു ദ അബട്ട്മെന്റ് എന്നൊക്കെ നമ്മൾ നേരത്തെ പറഞ്ഞു. അപ്പൊ ഈ മൊത്തം ലെങ്ത് ആണ്. ഇനി വേറൊരു ടേം നമുക്ക് പറയാനുള്ളത് എഫക്റ്റീവ് ലീനിയർ വാട്ടർവേ ആണ്. എഫക്റ്റീവ് ലീനിയർ വാട്ടർവേ എന്ന് പറഞ്ഞാൽ ഇത് മൊത്തമാണല്ലോ ലീനിയർ വാട്ടർവേ. ഇതിൽ നിന്ന് അബട്ട്മെന്റ്സിന്റെ നമ്മുടെ ആ വിട്ട് കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നതാണ് എഫക്റ്റീവ് ലീനിയർ വാട്ടർവേ. എഫക്റ്റീവ് ലീനിയർ വാട്ടർവേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലീനിയർ വാട്ടർവേ മൈനസ് അബട്ട്മെന്റ്സ് ആണ് എഫക്റ്റീവ് ലീനിയർ വാട്ടർവേ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി നമുക്ക് അല്ലെങ്കിൽ എന്ത് പറയാം, ഇതുപോലെ അടുത്ത ഒരു ഭാഗം കാണുമല്ലോ ഇങ്ങനെ അബട്ട്മെന്റ്സ് വരുന്നത്. ഇതിന്റെ ഇടയ്ക്ക് ചിലപ്പോൾ പേഴ്സ് ഒക്കെ വേണമെങ്കിൽ കാണാം. അപ്പം ഇങ്ങനെ വരുന്ന കേസിൽ എന്താണ് നമ്മൾ ചെയ്യുന്നത്, ഈ പോർഷൻ ഇങ്ങനെ ആഡ് ചെയ്ത് പോവാണ് ചെയ്യുന്നത് കേട്ടോ. അപ്പൊ എഫക്റ്റീവ് ലീനിയർ വാട്ടർവേ എന്ന് പറഞ്ഞാൽ സം ഓഫ് ക്ലിയർ സ്പാൻ. ക്ലിയർ സ്പാൻ എന്ന് പറഞ്ഞാൽ എന്താണ്, നമ്മുടെ സപ്പോർട്ട് ഒഴികെ ഇടയ്ക്കുള്ള ഡിസ്റ്റൻസ് ആണ് ക്ലിയർ സ്പാൻ. അപ്പൊ ഇത് നമ്മൾ ഒരു എഫക്റ്റീവ് ലീനിയർ വേ ആയിട്ട് ആഡ് ചെയ്യും. അതിനുശേഷം എന്ത് ചെയ്യും, വാട്ടർവേ ആയിട്ട് ആഡ് ചെയ്യും. അതിനുശേഷം ഇവിടെ വീണ്ടും അടുത്ത സപ്പോർട്ടുകൾക്കിടയിലുള്ളത് അങ്ങനെ മെഷർ ചെയ്തും. ഓർ നമുക്ക് എന്ത് പറയാം, സിഗ്മ ഓഫ് ക്ലിയർ സ്പാൻ ആണ് ലീനിയർ വാട്ടർവേ എന്ന് പറയുന്നത്. ഓക്കെ, അതായത് സം ഓഫ് ക്ലിയർ സ്പാൻ അല്ലെങ്കിൽ സിഗ്മ ഓഫ് ക്ലിയർ സ്പാൻ ആണ് നമ്മുടെ ലീനിയർ വാട്ടർവേ ഓഫ് എ ബ്രിഡ്ജ് എന്ന് പറയുന്നത്. അപ്പം എഫക്റ്റീവ് ലീനിയർ വാട്ടർവേ ഓഫ് എ ബ്രിഡ്ജ് എന്ന് പറയുന്നത്. അപ്പൊ ലീനിയർ വാട്ടർവേ എന്ന് പറഞ്ഞാൽ മൊത്തത്തിൽ, അതായത് ഇങ്ങനെ അബട്ട്മെന്റുകൾ പോകുന്നു, അതുപോലെ ഇടയ്ക്ക് ചിലപ്പോൾ പേഴ്സ് കാണുമായിരിക്കും. അങ്ങനെ പോകുമ്പം ഈ മൊത്തം ലെങ്തിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ലീനിയർ വാട്ടർവേ. ലീനിയർ വാട്ടർവേ. ഇനി നമ്മൾ ഇതിന്റെ ഇടയ്ക്കുള്ള അബട്ട്മെന്റുകൾ അല്ലെങ്കിൽ സപ്പോർട്ടുകൾ കുറച്ച് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും, ഈ കിട്ടുന്ന എല്ലാമാണ് എഫക്റ്റീവ് ലീനിയർ വാട്ടർവേ. ഇതും എഫക്റ്റീവ് ലീനിയർ വാട്ടർവേ, ഇതും എഫക്റ്റീവ് ലീനിയർ വാട്ടർവേ.
അതായത് നമ്മുടെ സപ്പോർട്ടുകൾക്കിടയിലുള്ള ലെങ്ത് അഥവാ ക്ലിയർ സ്പാൻ ആണ് ഈ പോകുന്നത്. അതായത് സം ഓഫ് ക്ലിയർ സ്പാൻസ് അല്ലെങ്കിൽ സിഗ്മ ക്ലിയർ സ്പാൻ ആണ് എഫക്റ്റീവ് ലീനിയർ വാട്ടർവേ എന്ന് പറയുന്നത്. അടുത്ത ജസ്റ്റ് ബ്രിഡ്ജിലുള്ള ലോഡിംഗ് കൂടി നമുക്കൊന്ന് പറഞ്ഞു പോകാം. ഇതൊന്നും ചോദിച്ചിട്ടില്ല, ഞാൻ ജസ്റ്റ് പറഞ്ഞോളൂ. വാട്ടർവേ വരെ ഒന്നും ചോദിച്ചിട്ടില്ല കേട്ടോ. ജസ്റ്റ് ഒന്ന് വായിച്ചിരുന്നാൽ നിങ്ങൾക്ക് പുതിയൊരു ടേം ക്വസ്റ്റ്യൻ പേപ്പറിൽ കാണുമ്പോൾ ഉപയോഗപ്പെടും. IRC ആണ് ഹൈവേ ബ്രിഡ്ജസിന് വേണ്ടിയിട്ട് ഡിസൈൻ ക്രൈറ്റീരിയാസ് കൊടുക്കുന്നത്. റെയിൽവേ ബ്രിഡ്ജസ് ആണെങ്കിൽ IRS ആണ്, അഥവാ ഇന്ത്യൻ റെയിൽവേ സ്റ്റാൻഡേർഡ് ആണ് കൊടുക്കുന്നത്. ലോഡിംഗ്സ് ആർ ക്ലാസിഫൈഡ് ഇൻറ്റു, നമ്മുടെ ഹൈവേയുടെ കാര്യമാണ് പറയുന്നത്. ക്ലാസ് A ലോഡിംഗ് ഉണ്ട്, ക്ലാസ് A ലോഡിംഗ് ഉണ്ട്, ക്ലാസ് B ലോഡിംഗ് ഉണ്ട്, ആൻഡ് ക്ലാസ് 70R ലോഡിംഗ് ഉണ്ട്. ജസ്റ്റ് വായിച്ചു വെക്കുക. ക്ലാസ് A ലോഡിംഗ് എന്ന് പറഞ്ഞാൽ ഹെവി മിലിറ്ററി ലോഡിംഗ്സ് വെച്ചിട്ട് ഡിസൈൻ ചെയ്യുന്ന ടൈപ്പ് ഓഫ്, അതായത് അങ്ങനത്തെ ഒരു ഡിസൈൻ ടൈപ്പ് ലോഡിംഗ് ആണ് ക്ലാസ് A ലോഡിംഗ്. അത് നാഷണൽ ഹൈവേ, സ്റ്റേറ്റ് ഹൈവേ ഒക്കെ ഡിസൈൻ ചെയ്യുന്നത് ക്ലാസ് A ലോഡിംഗിന്റെ ബേസിസിലാണ്. ഇനി ക്ലാസ് A ലോഡിംഗിന് ഡിസൈൻ ചെയ്യുന്ന റോഡ്സ് ക്ലാസ് A ലോഡിംഗിനും സാധാരണ ചെയ്യാറുണ്ട്. അത്രയും ഒന്നും ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾ പോകണ്ട. ക്ലാസ് A ലോഡിംഗ് എന്ന് പറഞ്ഞാൽ ബേസ്ഡ് ഓൺ ദ ഹെവിയസ്റ്റ് ടൈപ്പ് ഓഫ് കമേഴ്സ്യൽ വെഹിക്കിൾ. ഹെവിയസ്റ്റ് ടൈപ്പ് ഓഫ് കമേഴ്സ്യൽ വെഹിക്കിളിനെ ബേസ് ചെയ്ത് നടത്തുന്ന ഡിസൈൻ ആണ് ക്ലാസ് A ലോഡിംഗ്. ക്ലാസ് B ലോഡിംഗ് എന്ന് പറഞ്ഞാൽ നമ്മൾ ടെമ്പററി സ്ട്രക്ചേഴ്സ് ലൈക്ക് ടിംബർ ബ്രിഡ്ജസിന് കൊടുക്കുന്ന ടൈപ്പ് ഓഫ് ലോഡിംഗ് ആണ്. ഓക്കെ, ഇനി ഇത് ഏത് ടൈപ്പിനാണ് നിങ്ങൾ ചോദിച്ചു കഴിഞ്ഞാലോ എന്ന് വെച്ചിട്ടാണ് ഞാൻ ജസ്റ്റ് ഒന്ന് മെൻഷൻ ചെയ്തത്. ക്ലാസ് 70R ലോഡിംഗ് എന്ന് പറഞ്ഞാൽ അഡീഷണൽ ആണ് ആൻഡ് ഇസ് യൂസ് ഇൻ ദ പ്ലേസ് ഓഫ് ക്ലാസ് A ലോഡിംഗ്. ഒരു സ്പെഷ്യൽ കേസ് ആണ് 70R ലോഡിംഗ്. അത് ക്ലാസ് A ലോഡിങ്ങിന് പകരമായി ഉപയോഗിക്കാറുണ്ട്. അപ്പൊ ജസ്റ്റ് ഇത് രണ്ടും ഓർത്ത് വെക്കുക. ഹൈവേ ബ്രിഡ്ജസിന് IRC ആണ് ആൻഡ് റെയിൽവേ ബ്രിഡ്ജിന് IRS ആണ്. ജസ്റ്റ് ഈ 4 ടൈപ്പ് ഉണ്ട്, എന്തൊക്കെയാണ് അതിന്റെ അടിയിൽ വരുന്നത് ഒന്ന് ജസ്റ്റ് വായിച്ചു വെക്കുക. എങ്ങാനും ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ നമുക്ക് എഴുതാൻ പറ്റണം. അപ്പൊ നമുക്ക് ഇനി ക്വസ്റ്റ്യൻസിലേക്ക് കടക്കാം. ഓൾറെഡി നമ്മൾ കുറച്ച് ടോപ്പിക് എടുത്തപ്പോൾ തന്നെ ക്വസ്റ്റ്യൻസ് ഡീൽ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ അവയിലൊന്നും പെടാത്ത ക്വസ്റ്റ്യൻസ് ആണ് ഞാൻ ഇവിടെ പറയുന്നത്. ഞാൻ ടോപ്പിക്സിന്റെ ഇടയ്ക്ക് ഇത് പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണെന്ന് പറഞ്ഞിട്ടുള്ളത് ഓൾറെഡി ക്വസ്റ്റ്യൻ ചോദിച്ചതാണ്. അപ്പൊ അത് നന്നായി പഠിച്ചു വെക്കുക. നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോകാം. ദ ബ്രിഡ്ജ് ഹാവിംഗ് ദ ഫ്ലോറിംഗ് അറ്റ് ദ ടോപ്പ് ഓഫ് ദ സൂപ്പർ സ്ട്രക്ചർ ഇസ് കോൾഡ്. അതായത് സൂപ്പർ സ്ട്രക്ചറിന്റെ മുകളിൽ, സൂപ്പർ സ്ട്രക്ചർ താഴെ വന്നിട്ട് ഫ്ലോറിന് മുകളിൽ വരുന്ന കേസിലുള്ള ബ്രിഡ്ജിന്റെ പേര് എന്താണെന്നാണ് ചോദിച്ചത്. അപ്പൊ സൂപ്പർ സ്ട്രക്ചർ താഴെയാണ് പോകുന്നത് അല്ലെ, നമ്മുടെ സൂപ്പർ സ്ട്രക്ചർ താഴെയാണ് പോകുന്നത്. ഫ്ലോറിംഗ് എന്ന് പറഞ്ഞാൽ എന്താണ്, നമ്മുടെ കാരേജ് വേ ആണ് അല്ലെ. കാരേജ് വേ മുകളിൽ പോകുന്ന കേസിലുള്ള ബ്രിഡ്ജിന്റെ പേരാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ എ ത്രൂ ബ്രിഡ്ജ്, ഓപ്ഷൻ ബി കൾവേർട്ട്, ഓപ്ഷൻ സി ഡെക്ക് ബ്രിഡ്ജ്, ഓപ്ഷൻ ഡി സെമി ത്രൂ ബ്രിഡ്ജ്. അപ്പൊ ഏതായിരിക്കും വരുന്നത് ഇവിടെ? ഓപ്ഷൻ സി ഡെക്ക് ബ്രിഡ്ജ് ആണ് നമ്മുടെ കറക്റ്റ് ആൻസർ. ബ്രിഡ്ജ് ഹാവിംഗ് ദ ഫ്ലോറിംഗ് അറ്റ് ദ ടോപ്പ് ഓഫ് സൂപ്പർ സ്ട്രക്ചർ. സൂപ്പർ സ്ട്രക്ചറിന്റെ മുകളിൽ ഫ്ലോറിംഗ് വരുന്ന ടൈപ്പ് ഓഫ് ബ്രിഡ്ജിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഡെക്ക് ബ്രിഡ്ജ് എന്ന് പറയുന്നത്. ക്വസ്റ്റ്യൻ നോക്കാം. ദ ബെസ്റ്റ് സൈറ്റ് ഫോർ കൺസ്ട്രക്ഷൻ ഓഫ് ബ്രിഡ്ജ്. ഇത് കൺസ്ട്രക്ഷൻ ഓഫ് ബ്രിഡ്ജിന്റെ സൈറ്റ് ഡീറ്റെയിൽസ് എന്ന് വരുന്ന ക്വസ്റ്റ്യൻ ആണ്. അപ്പം ആദ്യത്തത് stream with turbulence, stream with bank erosion, stream crosses with 15 degree straight reach of the stream. ഇതിൽ എയും ബിയും എന്തായാലും ആയിരിക്കത്തില്ല നമുക്കറിയാം അല്ലെ. ടർബുലന്റ് ആയിട്ടും ബാങ്ക് എറോഷൻ വരുമ്പോഴൊന്നും അവിടെ നമ്മുടെ സൈഡ് ബ്രിഡ്ജിന്റെ സൈറ്റ് ആയിട്ട് എടുക്കത്തില്ല. പിന്നെ രണ്ടെണ്ണം വരുന്നത് സ്ട്രെയിറ്റ് റീച്ച് ഓഫ് സ്ട്രീം ക്രോസസ് വിത്ത് 15 ഡിഗ്രിയുമാണ്. ഇതിൽ ആൻസർ വരുന്ന ഓപ്ഷൻ ഡി ആണ്, സ്ട്രെയിറ്റ് റീച്ച് ഓഫ് ദ സ്ട്രീം ആണ്. ഇനി സി ഓപ്ഷൻ കണ്ടോ, സ്ട്രീം ക്രോസസ് വിത്ത് 15 ഡിഗ്രി. ഇങ്ങനെ 15 ഡിഗ്രിയിൽ സ്ട്രീം ക്രോസ് ചെയ്ത് നമ്മൾ ചില കേസിൽ കൊടുക്കേണ്ടി വരും. അതായത് വേസ്റ്റ് കേസിലാണ്, ബെസ്റ്റ് സൈറ്റ് ഒന്നുമല്ല. അങ്ങനെ വരുമ്പോഴത്തേക്ക് നമ്മൾ അങ്ങനെയുള്ള ബ്രിഡ്ജസിനെ പറയുന്ന പേരാണ് സ്ക്യൂ ബ്രിഡ്ജസ് എന്ന് പറയും. അതൊന്ന് ഓർത്ത് വെക്കുക. അപ്പൊ ഈ സ്ക്യൂ ബ്രിഡ്ജസിൽ നമ്മൾ മാക്സിമം പറയുന്ന ഇൻക്ലിനേഷൻ, അതായത് സ്ട്രീം ക്രോസസ് വിത്ത് 15 ഡിഗ്രി ആണ് മാക്സിമം പറയുന്ന ഇൻക്ലിനേഷൻ. അതിൽ കൂടുതൽ 15 ഡിഗ്രിയിൽ കൂടുതൽ വന്നു കഴിഞ്ഞാൽ അത് വളരെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള കേസായിട്ട് മാറും. അപ്പൊ സ്ട്രീം ക്രോസസ് വിത്ത് 15 ഡിഗ്രി എന്ന് പറയുന്ന ഓപ്ഷൻ കൊടുത്തിരിക്കുന്നത്. അപ്പൊ അതിൽ നിന്ന് ജസ്റ്റ് നിങ്ങൾ സ്ക്യൂ ബ്രിഡ്ജ് എന്താണെന്ന് അറിയാം. അതായത് ഇപ്പം സ്ട്രെയിറ്റ് റീച്ച് ഓഫ് ദ സ്ട്രീമിൽ നമ്മൾ സാധാരണ കൊടുക്കും. ഇനി അല്ല ഒരു ഇൻക്ലിനേഷനിലാണ് സ്ട്രീം പോകുന്നതെങ്കിൽ അപ്പൊ നമ്മൾ കൊടുക്കുന്ന ടൈപ്പ് ഓഫ് ബ്രിഡ്ജസിനെയാണ് സ്ക്യൂ ബ്രിഡ്ജസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ അതും കൂടി ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്ത് വെക്കാം. ഇനി മിസ്സലേനിയസ് ആയിട്ട് ഇതിൽ നിന്ന് സ്ഥിരം ചോദിക്കുന്ന ഒരു ടേം ആണ് അഫ്ലക്സ് എന്താണെന്ന്. അപ്പൊ അഫ്ലക്സ് എന്താണെന്ന് നമുക്ക് നോക്കാം. ദ abutments and piers of a bridge cause obstruction to the natural flow of water and results in the reduction of waterway. നമ്മൾ പറഞ്ഞായിരുന്നല്ലോ നേരത്തെ ലീനിയർ വാട്ടർവേയുടെ കാര്യവും. അതുപോലെ തന്നെ വാട്ടർവേ എന്താണെന്ന് പറഞ്ഞു. എന്താണ് വാട്ടർവേ എന്ന് പറഞ്ഞാൽ ഏരിയ ആണ് പറഞ്ഞതല്ലേ, ഏരിയ ബിറ്റ്വീൻ ദ ബ്രിഡ്ജസ്, അതിന്റെ ഇടയ്ക്കുള്ള, അതായത് മീറ്റർ സ്ക്വയറിലുള്ള ടേം ആണ് വാട്ടർവേ. അപ്പൊ നമ്മൾ അബട്ട്മെന്റും പെയേഴ്സും ഒക്കെ കൺസ്ട്രക്ട് ചെയ്യുന്ന വഴി എന്ത് പറ്റും, നമ്മുടെ വാട്ടർവേ അഥവാ ഏരിയ, ഇൻഡയറക്ട്ലി പറയുവാണെങ്കിൽ ഏരിയ കുറഞ്ഞു വരും. അപ്പൊ എന്ത് പറ്റും, വെലോസിറ്റി നമ്മുടെ, അതായത് മാക്സിമം ഫ്ലഡ് ഡിസ്ചാർജ് വരുന്ന സമയത്ത് വെലോസിറ്റി കൂടും. അപ്പൊ നമുക്കറിയാം കണ്ടിന്യൂറ്റി ഇക്വേഷൻ അനുസരിച്ച് A × V ആണ് നമ്മുടെ കണ്ടിന്യൂറ്റി ഇക്വേഷൻ അല്ലേ. അപ്പൊ കണ്ടിന്യൂറ്റി ഇക്വേഷൻ അനുസരിച്ച് ഏരിയ നമുക്ക് കോൺസ്റ്റന്റ്, ഏരിയ കുറഞ്ഞു വരികയാണ് അല്ലെ നമ്മുടെ ഈ ബ്രിഡ്ജിന്റെ അബട്ട്മെന്റ് പയർ കാരണം. അപ്പൊ എന്ത് പറ്റും, വെലോസിറ്റി കൂടും.
അപ്പൊ in order to increase the velocity, there is a sudden heading of water on the upstream side called as the upflux. അതായത് നമ്മുടെ ഹൈ ഫ്ലഡ് ലെവൽ സമയത്ത് അല്ലെങ്കിൽ മാക്സിമം ഫ്ലഡ് ഡിസ്ചാർജ് വരുന്ന സമയത്ത് സഡൻലി അപ്സ്ട്രീം സൈഡിൽ വെള്ളം ഭയങ്കരമായി ഹെഡിങ് അപ്പ് ചെയ്യുന്ന പ്രോസസ്സിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, അഫ്ലക്സ് എന്ന് പറയുന്നത്. അതിന്റെ കാരണം ഒന്നും പഠിച്ചില്ലെങ്കിലും ജസ്റ്റ് സഡൻ ഹെഡിങ് അപ്പ് ഓഫ് വാട്ടർ ഓൺ ദ അപ്സ്ട്രീം സൈഡ് ഇസ് കോൾഡ് ആസ് അഫ്ലക്സ്. ഇത്രയും ഒന്ന് ഓർത്തു വെക്കുക. അപ്പൊ അഫ്ലക്സ് എന്താണെന്ന് ചോദിക്കാറുണ്ട്. അപ്പൊ ഇത്രയുമാണ് നിങ്ങൾ അറ്റ്ലീസ്റ്റ് എങ്കിലും പഠിച്ചിരിക്കുന്ന ടോപ്പിക്സ് ബ്രിഡ്ജ് എഞ്ചിനീയറിംഗ് എന്ന് പറയുന്ന ടോപ്പിക്കിൽ. അപ്പം ഇപ്പോഴും നമ്മുടെ ഒരു വീഡിയോസ് കാണുന്ന ഒരു നല്ല പെർസെൻറ്റേജ് ആൾക്കാർ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് വീഡിയോ കാണുന്നത്. ഇപ്പൊ നിങ്ങൾ ആരെങ്കിലും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് വീഡിയോ കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് ഷെയർ ചെയ്യുക. അപ്പൊ താങ്ക്സ് ഫോർ വാച്ചിങ്. നന്നായി പഠിക്കുക. ഞാൻ എപ്പോഴും പറയാറുള്ളത് ഫോക്കസ് വിടാതെ ഏതാണ് നിങ്ങളുടെ ടാർഗറ്റ് അതിനെ ഫോക്കസ് ചെയ്ത് പഠിക്കുക. അപ്പൊ താങ്ക്സ് ഫോർ വാച്ചിങ്. താങ്ക്